ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ്. അതായത് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന സ്റ്റോറേജ് ക്ലാസ്സിലൊരു ടൈപ്പ് തന്നെയാണ് സ്റ്റാറ്റിക് വേരിയബിൾസ്. അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ ഫസ്റ്റ് കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും എന്താണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്നുള്ളത്. ആ പേര് കണക്ക് തന്നെയാണ്. സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ സ്റ്റാറ്റിക് ആയിരിക്കും. ദെൻ ആ വാല്യൂ ചേഞ്ച് ചെയ്യാതെ തന്നെ ത്രൂ ഔട്ട് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യും. ഇവിടെ ഒരു കോഡിൻ്റെ സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത്. മെയിനിനകത്ത് ഇൻറ്റ് ഐ വോയിഡ് ഇൻക്രിമെൻറ്റ്, വോയിഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ദെൻ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നു. ഈ ഫോർ ലൂപ്പ് ഐയുടെ വാല്യൂ 1 മുതൽ 3 വരെ വർക്ക് ചെയ്യും. അപ്പോൾ ഈ 3 തവണ ഈ ഒരു ഫംഗ്ഷനെ സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തേക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകും. പിന്നെ ഡെഫിനിഷനിൽ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ദെൻ ഒരു ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ദെൻ എക്സ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. എഗെയിൻ റിട്ടേൺ ചെയ്തു. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് സ്വാഭാവികമായിട്ട് പോകുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്ത പൊസിഷനിലോട്ട്. ദെൻ ഐയുടെ വാല്യൂ 2 ആയി. വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു. ദെൻ ഇവിടെ എന്താ നടക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 1 ആയി. എഗെയിൻ എക്സ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ന്യൂ ലൈനായി. എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്തു. വീണ്ടും റിട്ടേൺ ചെയ്തു ഫംഗ്ഷൻ കോളിലോട്ട്. ദെൻ വീണ്ടും ഐയുടെ വാല്യൂ 3 ആയി. സോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വണ്ണുകളായിരിക്കും. 1 1 1. ഇത് സാധാ ഒരു പ്രോഗ്രാം. ഇനി ഇതേ സെയിം പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി ചെയ്യുകയാണ്. ചെറിയ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു സ്റ്റാറ്റിക് വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പം നോക്കുക, ഈ പറയുന്നത് കണക്ക് മെയിനിനകത്ത് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ദെൻ ലൂപ്പിനകത്ത് ഇതേ സെയിം കോഡ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നടക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 പകരം നമ്മളിവിടെ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുത്തു. സോ 1 പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്താ, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പം ഇവിടെയും 1 പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ദെൻ ന്യൂ ലൈനായി. എക്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ആയി. എക്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എക്സ് എന്താവുക ചെയ്യുന്നത്? എക്സ് 2 ആയി. ഓക്കെ. ഇനി നേരെ റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ്? ഈ ഫോർ ലൂപ്പിൻ്റെ ആ ഫംഗ്ഷൻ കോളിൻ്റെ പോർഷനിലോട്ട് പോകും. ഐയുടെ വാല്യൂ എന്തായി? 2 ആയി. എഗെയിൻ ഇവിടെ വന്നു ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് എക്സിൻ്റെ വാല്യൂ സ്റ്റാറ്റിക് എക്സ് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. സോ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എക്സിൻ്റെ വാല്യൂ നേരത്തെ എന്തായിരുന്നു ഫംഗ്ഷനിലുണ്ടായിരുന്നത് ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പം എക്സ് ഇതിന് തൊട്ട് മുന്നേ എക്സ് ഇൻക്രിമെൻ്റ് ആയി 2 ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. സോ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 1 എന്നല്ല 2 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. വീണ്ടും ന്യൂ ലൈൻ വന്നു. ദെൻ എക്സ് ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ആയി. എക്സ് 3 ആയി. ഇതേ കണക്ക് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യുമ്പോൾ എവിടെയോട്ടാണ് പോകുന്നത്? ഫോർ ലൂപ്പിൽ പോകുന്നു. ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇതേ കേസ് തന്നെ. എക്സ് ഇവിടെ ഇൻക്രിമെൻ്റ് ആയി 2ൽ നിന്ന് 3 ആയിരുന്നു ഇല്ലേ? ആ 3 എന്നുള്ള വാല്യൂവിന് ചേഞ്ച് വരില്ല. 3 ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. സോ സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. ത്രൂ ഔട്ട് ദാറ്റ് ഫംഗ്ഷൻ ആ വാല്യൂ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ സെയിം കോഡിനകത്ത് ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് മാത്രമാണ് നമുക്ക് ഈ ഒരു കോഡിൽ നിന്ന് നമ്മൾ ഡിഫറൻസ് ആക്കിയത്. അപ്പം പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 2 3 ആയിരിക്കും. സി ഔട്ട്പുട്ട് 1 2 3 ആയിരിക്കും. സെയിം അതായത് സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വേരിയബിൾസ് are variables that are having the value static and are retained until the end of the program. Static variables are variables that are having the value static and are retained until the end of the program. അപ്പോൾ എന്താ, വാല്യൂവിന് ചേഞ്ച് വരത്തില്ല.
വീണ്ടും ഇനിഷ്യലൈസ് ചെയ്താൽ പോലും പഴയ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള വേരിയബിൾസിനാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റിക് വേരിയബിൾസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് സ്റ്റാറ്റിക് എന്നാണ്. സ്റ്റാറ്റിക് ഇൻറ്റ് വൈ. സോ വൈ ഇസ് എ സ്റ്റാറ്റിക് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ. നമ്മൾ എവിടെയാണ് സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? ചിലപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് മെയിൻ ഫംഗ്ഷൻ്റെ എല്ലാ ഫംഗ്ഷനെയും പുറത്ത് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്നും, ഒരു ഫംഗ്ഷനും ഇല്ലാതെ പുറത്ത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്ലോബൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്നും പറയും. സ്റ്റാറ്റിക്. Then depending on the location of declaration it can be either local or a global type. Then ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ലോക്കൽ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താ, ഗ്ലോബൽ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ലോക്കൽ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ when a static variable is declared inside a function it is called a local variable. ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ അതിനെയാണ് നമ്മളൊരു ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റാറ്റിക് വേരിയബിളിനെയാണ് ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്കോപ്പ് അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ആ പർട്ടിക്കുലർ വേരിയബിൾ വിതിൻ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് മാത്രമായിരിക്കും അതിൻ്റെ സ്കോപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി അടുത്തത് ആ സ്റ്റാറ്റിക് വേരിയബിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾ ബട്ട് അതിൻ്റെ ലൈഫ് ടൈം. സ്കോപ്പ് എന്ന് പറയുന്നത് സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിരിക്കും. സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ വാല്യൂൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദാറ്റ് പ്രോഗ്രാം ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾ എക്സെപ്റ്റ് ദാറ്റ് ദേ റിമൈൻ ഇൻ എക്സിസ്റ്റൻസ് ഓർ ആർ അലൈവ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം.